ഇപ്പോൾ 2-3 ദിവസമായിട്ട് പൂ വാങ്ങിക്കാൻ മാർക്കറ്റിൽ വരുന്നുണ്ടെങ്കിലും വാടാമുല്ല ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ ആ കളറിൽ എന്തെങ്കിലും ഒരു പൂ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നേ. അങ്ങനെ ഈ കടയിൽ നിന്നാണ് ഞാൻ കുറേ പൂക്കളൊക്കെ വാങ്ങിച്ചത്. ഇനിയുള്ള 3 ദിവസത്തേക്ക് അത്തപ്പൂ ഇടാനുള്ള പൂക്കളാണ് ഈ വാങ്ങിക്കുന്നത്. അടുത്ത 3 ദിവസത്തേക്ക് ഒരുമിച്ച് വാങ്ങിക്കാനുള്ള കാര്യമെന്ന് വെച്ചാൽ അടുത്ത ദിവസം എനിക്ക് ഡേ ഡ്യൂട്ടിയും അതിനടുത്ത ദിവസം മോർണിംഗും നൈറ്റുമാണ്. പിന്നെ അത് കഴിഞ്ഞ് നൈറ്റ് ഓഫ് ആയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവുമായിരിക്കും. അതുകൊണ്ട് 3 ദിവസത്തേക്കുള്ള ഒരുമിച്ച് വാങ്ങിച്ചാലേ ഈ അത്തപ്പൂടിയിലൊക്കെ നടക്കത്തുള്ളൂ. വാടാമുല്ല കിട്ടിയില്ലെങ്കിലും ആ ഒരു കളറിലെ ഡാലിയ കൂട്ടത്തൊരു പൂ ഞാൻ സംഘടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ തിരക്കിനിടയ്ക്ക് ആണ് അത്തപ്പൂക്കളൊക്കെ ഇടുന്നത്. രാവിലെ എഴുന്നേറ്റ് അത്തപ്പൂക്കൾ ഇട്ടതിന് ശേഷമാണ് കുട്ടികളെയൊക്കെ റെഡിയാക്കി ഞാനും പോകാനൊക്കെ റെഡിയാവുന്നത്. അങ്ങനെ ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീഡിയോ ഒക്കെ എടുത്ത സമയത്ത് ഫോട്ടോ എടുത്തെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ പിറ്റേ ദിവസം ഗ്യാലറി ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഫോട്ടോ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ പിറ്റേ ദിവസം എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ രാവിലത്തെ അത്തപ്പൂക്കളം ഇടാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. സാധാരണ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ 4:30 എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കി വെച്ചിട്ടായിരുന്നു പോകുന്നത്. പക്ഷേ അന്ന് നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഒരു 5:15 ആയപ്പോഴാണ് എണീറ്റ് പിന്നെ ഫ്രഷ് ആയി ഡ്യൂട്ടിക്ക് പോകാനുള്ളൊരു സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസത്തെ അത്തപ്പൂക്കളം മിസ്സായി എന്നുള്ള ഒരു വിഷമത്തിൽ ഞാൻ ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും ഡ്യൂട്ടി കഴിഞ്ഞ് 10 മണിക്ക് എത്തിയപ്പോഴത്തേക്കിന് സുവിശേഷനാണെങ്കിൽ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫോട്ടോയും വീഡിയോയും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ നൈറ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് 6 മണി 6:30 വന്നപ്പം അങ്ങനെ പിന്നെ ഫ്രഷായി ആദ്യമേ അത്തപ്പൂക്കൾ ഇട്ടതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ കഴിച്ചിട്ട് കിടന്നത്. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഷോർട്സുമായിട്ട് ഉടനെ തന്നെ കാണാവേ.